ഹായ്, എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാന. ഞാൻ വന്നിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഓക്കെ 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 ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്. സ്റ്റാർട്ടിങ് ട്രിപ്പിൽ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പീക്ക് ലെവലാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള മിസ്റ്റേക്സും അതുപോലെ തന്നെ പൊട്ടത്തരങ്ങളും എല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ്. ഞാനത് ഇവിടെ കൊടുക്കാം. ഇത് ഈ ലുക്കിനോട് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ കോസ്റ്റ്യൂം, ഓർണമെൻറ്റ്സ് എല്ലാം റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് ലെൻസാണ്. കാണുമല്ലോ, ഇത് വന്നിട്ട് ഓലെൻസിൻ്റെ കോറൽ ഗ്രേ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ലെൻസ് ഇടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈക്ക് ഭയങ്കര ക്ലീനായിട്ടിരിക്കണം. ഒരു ചെറിയ പൊടി ഉണ്ടായാൽ മതി ആ ദിവസം മൊത്തം കൊളാവാൻ. അതുകൊണ്ട് ലെൻസ് ഇടുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഹാൻഡ് വാഷ് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ, ഇറിറ്റേഷനൊന്നും തന്നെ ഇല്ല. നമ്മൾ സ്കിൻ കെയർ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി. നമുക്ക് സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ ഇത്ര മതി എനിക്ക്. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ഒരു അടിപൊളി സൺസ്ക്രീനാണ് ബ്യൂട്ടി ഓഫ് ചോയ്സ്. ഇത് സൂപ്പറാണ്. ഫസ്റ്റായിട്ട് നമ്മൾ ഈ മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് മതി കേട്ടോ, എത്ര എടുക്കുന്നുള്ളൂ. ഇത് നമ്മൾ പ്രൈമർ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ബെനഫിറ്റിൻ്റെ പോർ പ്രൈമറാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫൗണ്ടേഷൻ നമ്മൾ എസ്റ്റീ ലോഡറിൻ്റെ ഷെയ്ഡ് അവിടെ ഐവറി ന്യൂഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കളർ കറപ്ഷൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ഫൗണ്ടേഷൻ ഇടുവാണ്. കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. കാരണം ഇതിന് അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഫൗണ്ടേഷനാണ്. പിന്നെ എൻ്റെ ഫേസിൽ അത്രത്തോളം ഒന്നും കവർ ചെയ്യാനുള്ള ഇതൊന്നും ഇല്ല. ഫൗണ്ടേഷൻ എല്ലാം എടുത്തിട്ടതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ കൺസീലറാണ് ഇടാൻ പോകുന്നത്. എൻ്റെ കറക്റ്റ് ഷെയ്ഡ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അണ്ടർ ഐയിലും അതുപോലെ നോസിലും ചിന്നിലും
നെറ്റിയിലും എല്ലാം തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറുതെ മടി പിടിച്ച് ഇരിക്കുവാണ്. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം, ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു നമ്മൾ ആക്റ്റീവ് ആവുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഞാൻ നാർസിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് സൂപ്പർ ബ്ലഷാണ്. ഇത് ഒരു നാച്ചുറൽ ഗ്ലോയും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ടിൻറ്റൊക്കെ തരാൻ ഇത് സൂപ്പറാണ്. എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ ഡെയിലി യൂസിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇനി ഞാൻ എൻ്റെ നോസാണ് കോണ്ടോർ ചെയ്യാൻ പോകുന്നത്. ഈ വലിയ മൂക്ക് അങ്ങനത്തെ മൂക്കൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ കോണ്ടോർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ട് തോന്നും. അപ്പോൾ ഞാൻ കോണ്ടോർ ചെയ്തതൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോസിൻ്റെ ഏരിയയിൽ ഒരു വര പോലെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിത് സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഫസ്റ്റത്തെ വീഡിയോൻ്റെ ഓഡിയോ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാ ഇതുപോലെ ആവത്തില്ല. ഒന്നെങ്കിൽ ഓൺ വോയിസ് ആവും, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് കണ്ട് വോയിസ് ഓവർ കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. ഇപ്രാവശ്യത്തേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഞാനൊരു കൺസീലർ എടുത്തിട്ട് എൻ്റെ നോസിൻ്റെ ടിപ്പിലായിട്ട് ചെറിയൊരു ഡോട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോസ് നന്നായിട്ട് നീണ്ടു നിൽക്കുന്ന നോസ് ഈ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പറല്ലേ? നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഐബ്രോസ് നിന്ന് തുടങ്ങാം. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് ഒരു വോയിസ് ഓവർ കൊടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം കാക്കയുടെ കരച്ചിലാണ്. എൻ്റെ സൗണ്ട് പോലും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മൾ ഐബ്രോസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു കൺമഷീട്ട പോലെ ഇരിക്കും, ഒരു നാച്ചുറലായിട്ട് വരത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അധികം ഫില്ല് ചെയ്യാണ്ടിരിക്കുക. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. ഒരാളുടെ ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഐബ്രോസ് ആണ്. കാരണം ഐബ്രോസ് എങ്ങനെ ഇരിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഐബ്രോസ് പെർഫെക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതേ ഇല്ല ഇതിൻ്റെ വോയിസ് ഇങ്ങനെ, ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഇങ്ങനെ ഫുള്ള് ആംബുലൻസും കാക്ക കരച്ചിലും ഫാനിൻ്റെ ഒച്ചയും എല്ലാം കൂടെ ആയതുകൊണ്ട് ഭയങ്കര അലമ്പാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. പക്ഷേ നമ്മൾ അടുത്ത പ്രാവശ്യം തൊട്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഫിക്സ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മളിതാ ഈ മേക്കപ്പ് നമ്മൾ പൗഡർ വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഹുദയുടെ ബനാന ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് അണ്ടർ സെറ്റ് ചെയ്യാം. നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഐ മേക്കപ്പ് വന്നിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കത് തന്നെ മാക്സിമം പിടിക്കാൻ നോക്കാം. ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു പാലറ്റാണ്. അതിൻ്റെ പേരും അത് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് വന്നിട്ട് ഒരു പിങ്കിഷ് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു സൂപ്പർ ഷെയ്ഡാണ്, എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. ഞാൻ പൊതുവേ ഇതാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. എൻ്റെ ബ്രൈഡ്സിനായാലും എനിക്കായാലും
ഇത് ഒരുപാട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മൾ ഐ ഷാഡോ ഇട്ടതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വര പോലെ കിടക്കും. അത് മഹാവൃത്തികേടാണ്. അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യുക. ഇനി ഞാൻ കണ്ണെഴുതാൻ പോവാണ്. ഇത് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ഒരു ലൈനറാണ് ഞാൻ അതിൽ യൂസ് ചെയ്യുന്നത്. ഇത് സൂപ്പറാട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാനൊക്കെ നല്ല വിങ്സൊക്കെ സൂപ്പറായിട്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇൻസൈറ്റിൻ്റെ ഈ ഒരു ലൈനർ. അപ്പോൾ കണ്ടോ, ഞാൻ സൂപ്പറായിട്ടല്ലേ ലൈൻ ചെയ്യുന്നത്. കണ്ടോ ഇങ്ങനെയുണ്ട്. ആക്ച്വലി ഇങ്ങനൊരു പെർഫെക്റ്റ് വിങ് ലുക്ക് അല്ല ആ ഒരു ഫോട്ടോയിൽ വരുന്നത്. കുറച്ച് സ്മഡ്ജ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ എനിക്ക് വാലിട്ട് കണ്ടെഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ശേഷം ഞാൻ എൻ്റെ ഒരു ഐബ്രോ പാലറ്റിലൊരു ബ്രൗൺ കളർ ഷെയ്ഡ് വെച്ചിട്ട് ഞാനതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ചെറിയൊരു സ്മോക്കി എഫക്റ്റൊക്കെ കിട്ടും. കുറച്ച് നല്ല ഭംഗിയാവും കാണാൻ. ലാഷസ് കൂടെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. കണ്ണെഴുതുമ്പോൾ ഫേസിൽ ഇത്രത്തോളം ഭാവവ്യത്യാസങ്ങളൊക്കെ വരുമെന്ന് ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് റിയലൈസ് ചെയ്യുന്നത്. കണ്ടോ, ഞാൻ തന്നെ കണ്ടുപിടിച്ച പലതരത്തിലുള്ള ഭാവങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ ഒരു കാജൽ വെച്ചിട്ട് നമ്മുടെ വാട്ടർ ലൈനില്ലേ മുകളിൽ, അത് നമ്മളൊന്ന് വരച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടും. ടാസ്ക്. എൻ്റെ ആരും കാണാത്ത വളരെ മനോഹരമായിട്ടുള്ള ഭാവങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടും. അതായത് നമ്മൾ കണ്ണ് കുറച്ചുകൂടി സൂപ്പറാവും, ഒന്ന് വലുതായി തോന്നിക്കാനും. അതുപോലെ ഇത് സൂപ്പറാണ്. പിന്നെ ഞാൻ താഴെ കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതും ഞാൻ എൻ്റെ ഐബ്രോ പാലറ്റിൽ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ബ്രൗൺ കളർ വെച്ചിട്ടാണ്, ആക്ച്വലി ബ്രൗൺ ഐ ഷാഡോ അല്ല, ഞാനൊരു ഐബ്രോ പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമുക്ക് അവിടെ ഇവിടെ ഒന്ന് കാജലിട്ട് കൊടുക്കുക. ഇത്ര ചെറിയ പോർഷൻ മാത്രം. ശേഷം ഈ ഒരു കോർണറിൽ ഇവിടെ മാത്രമായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, ലൈൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിലിങ് ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂപ്പറാവും. അപ്പോൾ നമ്മൾ ബ്രൈഡ്സിനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് പെർഫെക്റ്റാക്കി എഴുതി കൊടുത്താൽ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ അടിപൊളിയാവും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സൂപ്പറാവും. ഇതാ ലാഷസ് വെക്കാൻ പോവാണ് നമ്മൾ. എനിക്കറിയത്തില്ല ഈ വീഡിയോൻ്റെ ഔട്ട് എങ്ങനായിട്ട് വരുമെന്ന്. ലുക്കല്ല കേട്ടോ, ഓൺ വീഡിയോ. എന്തായാലും കാത്തിരുന്ന് കാണാം. ഞാൻ യൂറോ പാരീസിൻ്റെ 54 ആണ് ലെൻസ് ലാഷസ് എടുത്തിട്ടുള്ളത്. ഞാൻ PS-ൻ്റെ ഒരു ലാഷ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു വൈറ്റ് കളറാട്ടോ. ഇത് വന്നിട്ട്
നമുക്ക് എല്ലായിടത്തും ആയോ എന്ന് അറിയാൻ പറ്റും. അതായത് നമ്മുടെ ലാഷിൻ്റെ അവിടെയൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ടോ ഗമ്മ് എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും വൈറ്റാണ് യൂസ് ചെയ്യാറ്. പിന്നെ നമ്മൾ ലാഷസ് വെക്കുമ്പോൾ ഐസ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വെക്കാം. അതിപ്പോൾ എൻ്റെ കയ്യിൽ കണ്ണാടിയും പിന്നെ ഒരു കൈ കൊണ്ട് വെക്കായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പക്ഷേ ഞാൻ ബ്രൈഡ്സിനൊക്കെ ചെയ്യുമ്പോൾ കണ്ണ് കുറച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും കേട്ടോ. ഫിക്സ് ആവും, ശരിക്കും ഫിക്സ് ആവും. ആ ഒരു ലുക്ക് കണ്ടാലേ അറിയാം നമ്മൾ ഒരുപാട് ഹൈലൈറ്റർ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം, നമ്മളെ ഫീച്ചേഴ്സ് എല്ലാം ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ചീക്ക് ബോൺസ് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ ഹൈലൈറ്റർ വന്നിട്ട് റെവല്യൂഷൻ്റെ ഹൈലൈറ്ററാണ്. ഇത് വന്നിട്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇതെനിക്ക് ഇപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയാണ് നമ്മുടെ പരിപാടി. ഇനി നമ്മൾ ലിപ്പ് ലൈനർ വരയ്ക്കാൻ പോവാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വോയിസ് ഓവറും അതുപോലെ തന്നെ യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിടുന്നത്. ആക്ച്വലി ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഓക്കെ എന്നാൽ എന്തായാലും ഇങ്ങനത്തെ ഒക്കെ ലുക്കൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒരു യൂട്യൂബ് വീഡിയോ ആക്കി ഇടാമെന്നൊരു തോന്നൽ വന്നത്. ഏറ്റവും ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ. അടുത്തത് ഞാൻ നിങ്ങൾക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. കോസ്റ്റ്യൂം വന്നിട്ടുള്ളത് അവരുടെ പേജിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഷെയ്ഡ്സ് ബൈ ശ്രീദുർഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാരി ഷോപ്പാണ് നമുക്ക് സാരി തന്നിട്ടുള്ളത്. സെയിം അതുപോലെ തന്നെ ഒരു സാരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ പേജിൽ ഒരുപാട് അടിപൊളി സാരീസ് ഉണ്ട് കേട്ടോ, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതുപോലെ നമുക്ക് ഓർണമെൻറ്റ്സ് വന്നിട്ടുള്ളത് നതല്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ്. ഞാൻ ഈ പേജും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം, ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാരി എല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ ഓർണമെൻറ്റ്സും എല്ലാം ഇട്ടിട്ടുണ്ട്, ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ബേസിക് ഹെയർ സ്റ്റൈൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പം ഞാനിതിൻ്റെ ഫൈനൽ ലുക്കിൻ്റെ വീഡിയോസ് എല്ലാം ഞാനിതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.